രാവണപ്രഭുവിനകത്ത് നമ്മൾ മോഹൻലാൽ കാണിക്കുന്ന പോലെ കരിക്കും വെള്ളവും ചാരയും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുന്ന സിനിമയെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷെ അത് കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആയി നമ്മൾ ഇതേപോലെ പോയി കുടിച്ച് നമ്മുടെ എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുവാണെങ്കിൽ നമ്മളെ നോക്കാൻ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ മാത്രമേ കാണുള്ളൂ. ഒരു സിനിമക്കാരോ ആരും കാണില്ല. ഒരു കുട്ടി ഭൂമിയിലേക്ക് പിറന്നു കഴിയുമ്പോൾ അത് ആ കുട്ടിയുടെ മനസ്സിൽ ഒന്നുമില്ല, ഒരു ബ്ലാങ്ക് പേപ്പർ പോലെ ഉണ്ട്. ആ ബ്ലാങ്ക് പേപ്പറിലേക്ക് നമ്മളിപ്പോൾ ഒരു മാതാപിതാക്കൾ വരച്ചു കൊടുക്കുന്ന പോലെയാണ് ആ കുട്ടി ഒരു പ്രായം വരെ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ, ഓരോ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ പലർക്കും ചോദിക്കും, എന്നാൽ പിന്നെ നമുക്ക് ഈ സിനിമകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം പോസിറ്റീവ് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഹലോ ഗൈസ്, നമസ്കാരം. കഴിഞ്ഞ ദിവസത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു പ്രശസ്തനായ യൂട്യൂബ് വ്ളോഗർ മുഹമ്മദ് സാഹിൽ ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഇതിന്റെ കമന്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ ഒരു കമന്റിന് ശ്രദ്ധയിൽപ്പെട്ടു. ആ കമന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിലും ഇവനെ പോലുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ ആര് ഫോളോ ചെയ്യുന്നതാണ്, ഇവന്റെയൊക്കെ വീഡിയോ കാണുന്നത് തന്നെ അവന്മാർക്ക് തന്നെ ആദ്യത്തെ അടി കൊടുക്കണം. അല്ലെങ്കിലും യൂട്യൂബിൽ കാണുന്ന 90% ആൾക്കാരും ഉഡായിപ്പാന്നുള്ളത്. ആക്ച്വലി ഈ പ്രസ്താവന ശരിയാണോ? ഇങ്ങനൊരു പ്രശ്നം നടന്നു. ഈ മുഹമ്മദ് സാഹിൽ എന്ന വ്യക്തി ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് മുഹമ്മദ് സാഹിയുടെ മാത്രം കുറ്റമാണോ? അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ മുഹമ്മദ് സാഹിക്ക് മാത്രമാണോ പങ്കുള്ളത്? അത് ഈ മുഹമ്മദ് സാഹിക്ക് പങ്കുള്ള പോലെ തന്നെ ഈ പെൺകുട്ടിക്കും ഇതിൽ പങ്കില്ലേ? അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കി അവരുടെ മാതാപിതാക്കളും ഈ ഒരു പ്രശ്നത്തിൽ പങ്ക് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ലേ? കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പം നമുക്കൊരു 10, 20, 30 വർഷത്തിൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് മൊബൈൽ തന്നെ ഇല്ല. മൊബൈൽ ഉണ്ടെങ്കിൽ കീപാഡ് ഫോൺ. ഇപ്പം ഞാനൊക്കെ വളർന്ന സമയത്ത്, ഞാനൊരു 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിലേക്ക് ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് പഠിക്കുന്ന കുട്ടികളുടെ, ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്, അവരത് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല സ്മാർട്ട് ഫോൺ ഒന്ന് യൂസ് ചെയ്യാമല്ലേ, കാരണം അത് ശരിയല്ല. കാരണം ഒരുവിധമൊക്കെ നാടോടുമ്പോൾ നമ്മളും കുറച്ചൊക്കെ അതിൻ്റെ നടുവേ ഓടണം. നടുവേ ഓടാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഓടാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം. സോ അങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് പേരന്റിങ്. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരു ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഒരു പ്രായം വരെ അവരെ വളർത്തി വലുതാക്കുമ്പോൾ ഒരു പ്രായം വരെ പേരൻസിനും അവർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പങ്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളും അവനൊരു ഫോൺ യൂസ് ചെയ്യുന്നു. കാരണം ഒരു നല്ലൊരു പ്രായം വരെ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയം വരെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ ഫോണിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, ആ ഫോണിൽ കൂടെ അവൻ എന്താണ് കാണുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കും കൂടെയാണ്. ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഈ മുഹമ്മദ് സാഹിലിന്റെ കേസിൽ. കാരണം ഈ പെൺകുട്ടി ഇത്രയും നാൾ ഈ സോഷ്യൽ മീഡിയയിൽ കയറി ഒരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരാളുമായിട്ട് സംസാരിച്ച് ഇത്രയായി, അയാളെ മീറ്റും ചെയ്ത് ഇത്രയും കഴിഞ്ഞിട്ടും ഈ പേരൻസ് ഇപ്പോഴാണ് ഈ ഒരു ബോധോദയം ഉണ്ടാകുന്നത്. കാരണം തന്റെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ തന്റെ മകളെ ഒരാൾ ദുരുപയോഗപ്പെടുത്തി എന്നൊരു ഇത് വരുമ്പോൾ പേരൻസ് ഇത്ര നാൾ എന്താണ്, പേരൻസിന് ഇതൊന്നും നോക്കാനുള്ള ഇതില്ലായിരുന്നു. കാരണം ഇവിടെ കണ്ടുവരുന്ന ഒരു കാഴ്ചകളാണ്. കാരണം നമുക്കറിയാം, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ആരാണെങ്കിലും ജനിച്ചു വരുന്ന ഒരു ബ്ലാങ്ക് പേപ്പർ പോലെയാണ്. ഒരു കുട്ടി ഭൂമിയിലേക്ക് പിറന്നു കഴിയുമ്പോൾ അത് ആ കുട്ടിയുടെ മനസ്സിൽ ഒന്നുമില്ല, ഒരു ബ്ലാങ്ക് പേപ്പർ പോലെയാണ്. ആ ബ്ലാങ്ക് പേപ്പറിലേക്ക് നമ്മളിപ്പോൾ ഒരു മാതാപിതാക്കൾ വരച്ചു കൊടുക്കുന്ന പോലെയാണ് ആ കുട്ടി ഒരു പ്രായം വരെ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ, ഓരോ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. സോ നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ മക്കൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു പ്രായമാകുമ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകണം. അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കേണ്ടത് ഒരു മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. സോ ഇങ്ങനത്തെ ഒരു കേസാണ്. കാരണം ഇന്നത്തെ ജനറേഷൻ, കാരണം മൊബൈൽ ഇപ്പം നമുക്കറിയാം, ഇന്നത്തെ ചില പണ്ടത്തെയൊക്കെ പിള്ളേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഭൂതം വരും, അല്ലെങ്കിൽ പ്രേതം വരും, അല്ലെങ്കിൽ അവർ വന്ന് പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് ഫുഡ് കൊടുത്തോണ്ടിരുന്നേ. പക്ഷെ ഇന്ന് വരുമ്പോഴും ഒരു മൊബൈൽ എടുത്ത് കൊടുത്തിട്ട് ഒരു ഡോറാ പൂച്ചിയോ അല്ലെങ്കിൽ ചോട്ടാ ഭീമിന്റെ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഇന്ന് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കും. ഓട്ടോമാറ്റിക് ജനിച്ചു വീഴുന്ന കുട്ടി ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സായിട്ട് ഒരു മൊബൈലിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടി വളർന്നു വരുമ്പം, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ടോക്സിക് പാരന്റിങ്ങിൽ ആ കുട്ടി വളർന്നു വരുന്നത്. കാരണം വീട്ടിൽ എന്നും പ്രശ്നങ്ങളും ഒരു സ്നേഹവും കിട്ടാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് പെട്ടെന്ന് ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ കൂടെ, ആ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു, ഒരു സ്ട്രേഞ്ചറിന്റെ മെസ്സേജ് വരുന്നു. ഇന്നേ വരെ കിട്ടാത്ത സ്നേഹം ആ സ്ട്രേഞ്ചറിൽ നിന്ന് കിട്ടുമ്പോൾ ആ കുട്ടി ആ സ്ട്രേഞ്ചറിലേക്ക് പോകും. അത് ഒരിക്കലും ആ കുട്ടിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് അവരുടെ പേരൻസിന്റെ കംപ്ലീറ്റ് ഫെയിലിയർ ആണ്. കാരണം ഒരു പ്രായം വരെ നമ്മൾ ചെയ്യുന്ന തെറ്റിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേരൻസിനും പങ്കുണ്ട്. സോ സോഷ്യൽ മീഡിയ ഇപ്പൊ ഈ കുട്ടിയുടെ ഈ പ്രശ്നത്തിൽ, ഈ മുഹമ്മദ് സാഹിൽ ഉൾപ്പെട്ട ഈ പ്രശ്നത്തിൽ, ആ മുഹമ്മദ് സാഹിൽ എന്ന അയാളെ പോലെ ആ കുട്ടിക്കും ഒരു പങ്കുണ്ട്. അതുപോലെ തന്നെ കുട്ടി ഇങ്ങനെ ഒരു ട്രബിളിൽ പോയി പെടാൻ ഇവരുടെ പേരൻസിന് ഒരു പങ്കുണ്ട്. കാരണം ഇവരുടെ പേരൻസ് തീർച്ചയായും മോണിറ്റർ ചെയ്യണമായിരുന്നു. തന്റെ മകൾ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് ഇത്ര ടൈമിൽ കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ അത് എന്താണ് കാണുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓരോ മാതാപിതാക്കളും അത് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്.
പിന്നെ മറ്റൊരു കാര്യം, റിയൽ ലൈഫും റിയൽ ലൈഫും നമ്മൾ ഒരിക്കലും റിയൽ ലൈഫിന് ഒരിക്കലും റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യല്ലേ. കാരണം റിയൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലോകമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വളർന്നു വരും, നമുക്ക് അതിനുള്ള ബോധം വേണം. ഒരു സിനിമയ്ക്കകത്തുള്ള ഒരു രംഗം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോർട്സിനകത്തുള്ള ഒരു സെക്കൻഡിലുള്ള ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് അതിനുള്ള ബോധം വേണം. ഇത് ഇതൊരു റിയൽ ലൈഫാണ്, അല്ലെങ്കിൽ ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയുള്ള, ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ്. അതായത് നമുക്ക് പറയാം, നരസിംഹം എന്ന സിനിമയ്ക്കകത്ത് മോഹൻലാൽ ഒരു ഡ്രിങ്ക്, അതായത് മോഹൻലാൽ കള്ള് നമ്മുടെ കുളത്തിൽ നിന്ന് മുക്കി കുടിക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകന് മനസ്സിലാക്കിയിരിക്കണം അത് ഒറിജിനൽ കള്ളല്ല. അതുപോലെ തന്നെ അദ്ദേഹം കുടിക്കുന്ന വെള്ളത്തിനെടുത്ത അല്ലെങ്കിൽ കുളത്തിൽ നിന്ന് മുക്കിയെടുത്ത ഗ്ലാസ്സിനകത്തുള്ള വെള്ളമല്ല, അതൊരു കട്ട് ചെയ്തിട്ട് അടുത്തൊരു എഡിറ്റഡ് ഭാഗമാണെന്നുള്ള ബോധം നമുക്ക് കാണുന്ന പ്രേക്ഷകൻ ഉണ്ടായിരിക്കണം. കാരണം ഇപ്പം ഇത് കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ കാണിക്കുന്ന പോലെ, രാവണപ്രഭുവിനകത്ത് നമ്മൾ മോഹൻലാൽ കാണിക്കുന്ന പോലെ കരിക്കും വെള്ളവും ചാരയും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുന്ന സിനിമയെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷെ അത് കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആയി നമ്മൾ ഇതേപോലെ പോയി കുടിച്ച് നമ്മുടെയൊക്കെ എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുവാണെങ്കിൽ നമ്മളെ നോക്കാൻ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ മാത്രമേ കാണുള്ളൂ, ഒരു സിനിമക്കാരും ആരും കാണില്ല. അപ്പൊ നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടാകണം, ഈ കാണുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിർവചിക്കാനുള്ള ഒരു സ്വയം ബോധം നമുക്കുണ്ടാകണം. ഒരു പ്രായം വരെ നമുക്ക് ആ ബോധം ഉണ്ടാക്കി തരേണ്ടത് നമ്മുടെ പേരൻസ് ആണ്. അതിനുശേഷം പേരൻസിനെ കുറ്റം, ചിലവരുണ്ട് പേരന്റിങ് നല്ലപോലെ ചെയ്തിട്ടും ഒരു പ്രായം കഴിഞ്ഞ് പല രീതിയിലേക്ക് പോയി ജീവിതം നശിപ്പിച്ചു കളയുന്ന ഒരുപാട് യുവാക്കളും യുവതികളും ഉണ്ട്. പക്ഷേ നമുക്കതിനുള്ള വിവേകബുദ്ധി എപ്പോഴും വേണം. കാരണം റിയൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാണ്. ഇപ്പൊ ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, ഞങ്ങൾ കപ്പിൾ വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കൂടുതലും കോമഡിയും കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പം നോർമലി ഇപ്പോൾ ഒരാൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുട്ടി കാണുമ്പോൾ ഇവരുടെ ലൈഫ് പിന്നെ ഹാപ്പിയാണ്, 24 മണിക്ക് ഇവർ ഹാപ്പി ആണല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഇരിക്കില്ല. കാരണം അതൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ആയിട്ട് മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളുടെ വീഡിയോ കാണുമ്പോൾ അയാൾ എപ്പോഴും വീഡിയോ ഒക്കെ സന്തോഷമാണെന്ന് പറഞ്ഞാൽ അയാളുടെ ലൈഫ് 24 മണിക്കൂർ സന്തോഷമാണെന്നില്ല. അത് അയാളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ അയാൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അയാളുടെ ഒരു കലയാണ്. ആ കല നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ല അത് നമ്മൾ ലൈഫ് ഇൻഫ്ലുവൻസ് ആക്കാം. പല പല സിനിമകളും ഇൻഫ്ലുവൻസ് ആയിട്ട് ഇപ്പം വാരണമായിരം എന്ന് പറഞ്ഞ സൂര്യയുടെ സിനിമ, ആ സിനിമ കൊണ്ട് പലരും ആർമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, പലരും ജിമ്മിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമയിൽ ഈ കാണിക്കുന്നത് ശരിയാണ്, അതിനകത്ത് ശരിയും തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ ഈ റിയൽ ലൈഫായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്, റിയൽ ലൈഫിന് ഒരിക്കലും റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ പോകില്ല. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമേ അല്ല. അപ്പോൾ പലർക്കും ചോദിക്കും, എന്നാൽ പിന്നെ നമുക്ക് ഈ സിനിമകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം പോസിറ്റീവ് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൂടെയെന്ന് അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഇപ്പൊ എന്റെ ശരിയല്ലായിരിക്കും മറ്റൊരാളുടെ ശരി. കാരണം ഓരോരുത്തർക്കും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ക്രിയാത്മകമായി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു, അത് ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കും. ഇപ്പൊ നമുക്കറിയാം, ഒരു യൂട്യൂബ് വീഡിയോ ഇട്ട് ഞാൻ എത്ര നല്ല വീഡിയോ, എത്ര വലിയ കണ്ടന്റ് ആണ്, അതിന് ഡിസ്ലൈക്ക് കാണും. അതുപോലെ തന്നെ ഇപ്പൊ ഓരോരുത്തർ രീതി കണ്ടന്റ് ഇഷ്ടപ്പെടുന്നു ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഒരു കണ്ടന്റ് കാണുമ്പോൾ നമ്മുടെ ധാർമ്മികത അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ശരിയെന്ന് അല്ലെങ്കിൽ ഇത് ശരിയാണ് തെറ്റാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള നമുക്കൊരു വിവേകബുദ്ധി വേണം. എന്റെ ശരി മറ്റൊരാളെ ശരിയല്ലായിരിക്കാം, തെറ്റല്ലായിരിക്കാം, യാതൊരു വിധത്തിൽ നമുക്ക് അതിനെ നിർബന്ധിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം, അത് ശരിയാണ് തെറ്റാണ്. ഈ തിരിച്ചറിവ് ഒരു പേരൻസിന് ഒരു പ്രായം വരെ നൽകാൻ പറ്റും. പക്ഷെ ആ പ്രായം കഴിഞ്ഞ പേരൻസിന് പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഒരു ചെറുപ്രായത്തിലെ പല തെറ്റും ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ പ്രോപ്പർ കാരണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള പേരന്റിങ് അവർക്ക് കിട്ടുന്നില്ല എന്നാണ്. കാരണം ഇന്നത്തെ കാലത്തും സെക്സ് എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ കഥ ഓടുന്ന പേരൻസ് ഇന്നും ഉണ്ട്. സോ അതിനൊരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ പേരൻസും പലരും പല ജനറേഷനിൽ നിന്ന് വന്നവരാണ്, അവരും പഴയ ജനറേഷനിലുള്ള ചിലവരുണ്ട് നല്ല രീതിയിലും അല്ലെങ്കിൽ തിരിച്ചറിവും കാര്യങ്ങളും നല്ല രീതിയിലുള്ളവരും, ഇതെല്ലാം ടോക്സിക് പേരങ്കിൽ വളർന്നു വന്നവരും ഉണ്ട്. അങ്ങനെ വളർന്നു വന്നത് ഓട്ടോമാറ്റിക്കലി അവരുടെ മക്കളെയും ചിലപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോയി വരാം, നല്ല ട്രോമാസ് നേരിടുന്നവരും കാണും. സോ നമ്മളിതെപ്പോഴും തിരിച്ചറിയണം. കാരണം ഒരിക്കലും നമുക്ക് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു IT എംപ്ലോയി ആണ്, ഞാനൊരു 9 മണിക്ക് ജോലി കയറുന്ന ഒരു വ്യക്തി. 9 മണിക്ക് ഞാൻ ജോലി കയറി 6 കഴിയും, അല്ലെങ്കിൽ ചിലപ്പോൾ വർക്ക് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ 7 മണിയും കഴിഞ്ഞായിരിക്കും ഞാൻ വീട്ടിൽ വരുന്നത്. അങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റ് ആയിട്ട് രാവിലെ തൊട്ട് വർക്ക് ചെയ്ത് ഫ്രസ്ട്രേറ്റ് ആയിട്ട് വീട്ടിൽ വരുന്ന എനിക്ക് ഇങ്ങനെ ഒരു ഷോർട്സ് എടുത്ത് അല്ലെങ്കിൽ ഒരു റീൽസ് എടുത്ത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രസ്ട്രേഷന്റെ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് ആണത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കതുകൊണ്ട് അതുപോലത്തെ ഉപകാരമുണ്ട്. പക്ഷേ ഉപകാരമുള്ള പോലെ തന്നെ എന്തൊരു ആക്ഷനും അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഓരോ ആക്ഷനും റിയാക്ഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെ, ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അമിതമായാൽ അമൃതും വിഷമാണ്. കാരണം ഏതൊരു കാര്യം അതിന്റെ പരിമിതിയിൽ നിന്ന് മാത്രം ജീവിക്കുക, അത് ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. സോ ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇല്ലാതെയോ അല്ലെങ്കിൽ ഷോർട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബ് ഇന്നത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പോസിബിൾ അല്ല. കാരണം പല കാര്യങ്ങളും ഇപ്പം പത്രം വായിക്കാത്ത ഇന്നത്തെ കാലത്ത് എത്ര ആൾക്കാർ പത്രം വായിക്കുന്നു, എത്ര ആൾക്കാർ ന്യൂസ് കാണും. പലരും സോഷ്യൽ മീഡിയ കൂടെയൊക്കെ ആയിരിക്കും ജസ്റ്റ് ഓരോ വാക്കുകൾ ഓരോ കാര്യങ്ങളും കണ്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയൊക്കെ പല കാര്യങ്ങളും കാണുന്നത്. സോ ഇങ്ങനെ കാര്യങ്ങൾ കണ്ടായിരിക്കും അവർ പലതും അറിയുന്നത്.
സോ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി മാറ്റിയ ആൾക്കാർ നന്നാവുമല്ല, ആൾക്കാരുടെ ചിന്താഗതി മാറുമെന്ന് പറയുന്നതും യാതൊരു വിധത്തിലും സെൻസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ട ഇതുണ്ട്, അത് നമ്മൾ തിരിച്ചറിയുക. അത് അവനവന് സ്വയം ഒരു തിരിച്ചറിവുകൊണ്ടാണ് ഓരോ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഞാൻ തെറ്റാണോ എന്നുള്ള തിരിച്ചറിവുകൊണ്ടാണ്. മാക്സിമം ഒരു പ്രായം വരെ അത് മാതാപിതാക്കൾ പകർന്നു നൽകുക. അതിനുശേഷം നമുക്കുണ്ടാകണം. നമുക്ക് നമ്മുടെ സൊസൈറ്റിയോട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ്, ആ കമ്മിറ്റ്മെന്റിൽ നമ്മൾ ജീവിച്ച് മുന്നേറുക. സോ ഇങ്ങനെ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാറുള്ളതല്ല, പക്ഷെ ഇന്ന് ഇങ്ങനത്തെ കാര്യം കണ്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒരാളെ തന്നെ കുറ്റം. ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് പല കേസും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഒരാളെ മാത്രമായിരിക്കും എല്ലാവരും കുറ്റം പറഞ്ഞാൽ അടച്ചാക്ഷേപിക്കുന്നു, ഇയാളെ കുറ്റക്കാരൻ, ഇയാൾ അങ്ങനെയാ മറ്റേ മറിച്ചെന്ന്. പക്ഷേ ഒരിക്കലും ഓപ്പോസിറ്റുള്ള പോയിന്റ് ഓഫ് വ്യൂ അത് ചിന്തിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നെന്നും ചിന്തിക്കത്തില്ല. നമ്മളൊരു ഫോർ എക്സാമ്പിൾ എടുക്കണം. നമ്മളൊരു രോഗം വന്നു കഴിഞ്ഞാൽ രോഗത്തിന് ചികിത്സിക്കണോ അല്ലെങ്കിൽ രോഗകാരണത്തെ ചികിത്സിക്കണോ എന്ന് ചിലർ പറയും. അത് സാഹചര്യങ്ങൾ പോലെ, അല്ലെങ്കിൽ ആ സമയത്തെ, ചില സമയത്ത് ചിലപ്പോൾ രോഗത്തെ ചികിത്സിക്കേണ്ടി വരും, ചില സമയത്ത് ചിലപ്പോൾ രോഗകാരണത്തെ ചികിത്സിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമ്മളുടെ മുമ്പിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തീരുമാനിക്കണം ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ ശരി എന്താണ്, ഈ പ്രശ്നത്തെ തെറ്റെന്താണ്, ഈ പ്രശ്നത്തെ എങ്ങനെ നേരിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും. ആ ഒരു ബോധം, ഒരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ഒരു സെൻസിബിൾ മൈൻഡ് നമുക്ക് ഉണ്ടാകണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈവൻ നമ്മുടെ മക്കൾക്കാണെങ്കിലും വരാൻ പോകുന്ന നമുക്ക് മക്കൾക്കാണെങ്കിലും നെക്സ്റ്റ് ജനറേഷനിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പകർന്നു കൊടുക്കണം. എന്നാൽ മാത്രമേ പ്രോപ്പർ ഗൈഡൻസ് കൊടുത്താൽ മാത്രമേ പല പ്രശ്നങ്ങളും ഇന്ന് ഇവിടെ കാണുന്ന ഇപ്പൊ ഈ പെൺകുട്ടിയുടെ പ്രശ്നം പോലും ആ പേരൻസ് പ്രോപ്പർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഇത് നടത്തി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിക്കറിയാം ഇതൊരു 10-35 വയസ്സുള്ള ഒരാളാണ്, ഇദ്ദേഹം വിവാഹിതനാണ്, ഇങ്ങനെ ആളെ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ എനിക്ക് മെസ്സേജ് ഞാൻ പോകേണ്ട ആവശ്യമുണ്ടെന്ന് ആ കുട്ടിക്ക് ചിന്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടുള്ളൂ. ഈ കംപ്ലൈന്റിന്റെ കേസിന് എവിഡൻസ് ഒന്നും വന്നിട്ടില്ല. അവിടെ നമുക്ക് ഒരിക്കലും ഒരാളെ ഒരു സൈഡ് മാത്രം കേട്ട് കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. പല കേസും ഇങ്ങനെ വന്നിട്ട് അവസാനമാകുമ്പോഴത്തേക്കും കേസ് അന്വേഷണം എല്ലാം കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് ഫേക്ക് കേസാണ്, കാര്യങ്ങളാണ്. സോ ഇത് എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞതേ. സോ നിങ്ങളും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നാളെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ വന്നിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ മക്കൾക്ക് ഉണ്ടായേക്കാം. സോ അങ്ങനെ വരുന്നൊരു സമയത്ത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്തിരിക്കണം, എൻ്റെ മക്കളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണോ വളർത്തിക്കൊണ്ട് വന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തെങ്കിൽ ഓക്കെ. പിന്നെ ബാക്കിയുള്ളതെല്ലാം അവരുടെ ഇതുപോലിരിക്കും. കാരണം നമുക്കൊരു പ്രായത്തിനപ്പുറത്തേക്ക് നമുക്ക് ആരെയും പിടിച്ചു വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ഭാഗം ഒന്നും ക്ലിയർ ആക്കി വെക്കുക. ബാക്കിയുള്ള എല്ലാം അവരുടെ ഓരോ ക്രിയകളും കാര്യങ്ങളും മൂലം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നതാണ്. സോ ഏതായാലും എനിക്കിത് അത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഇന്നത്തെ ഈ കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും ഞാൻ വരും. അതുവരേക്കും ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് സൈനിങ് ഓഫ്.